Hello students, welcome to A Dream. So today we are going to deal with the paper British Literature 19th Century. This is I think BEGC 1110. Okay. അപ്പോൾ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 19th സെഞ്ച്വറിയിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് യൂണിറ്റ് ഹാവ് ഓൾറെഡി ഡൺ ആൻഡ് വി ജസ്റ്റ് സ്റ്റഡീഡ് അബൌട്ട് ദ Charles Dickens' life, history and the background life story also. Okay, so ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ യൂണിറ്റ് 1 അല്ലേ. ആ ബ്ലോക്ക് മൊത്തം നമ്മളതാണ് പഠിക്കുന്നത്. അതായത് 4 ബ്ലോക്കാണല്ലോ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആസ് യൂഷ്വൽ എല്ലാ പേപ്പറിലും ഉള്ള പോലെ 4 ബ്ലോക്കാണ് പഠിക്കാനുള്ളത്. 19th സെഞ്ച്വറിയിലും നിങ്ങൾക്ക് 4 ബ്ലോക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇസ് ഓൾ അബൌട്ട് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് റിട്ടൺ ബൈ ചാൾസ് ഡിക്കൻസ്. ഓക്കെ, സോ ഹിയർ യൂണിറ്റ് 1 നമ്മൾ എന്ത് പഠിച്ചു? ചാൾസ് ഡിക്കൻസിൻ്റെ ലൈഫ്, ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, ഹിസ് ഫേമസ് വർക്ക്സ് ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻസ്, എവറിത്തിങ്. ഓക്കെ, നൗ in the unit 2 we have to study or we have the things like the detailed summary of the work A Tale of Two Cities. Okay, അപ്പോൾ Tale of Two Cityയിലെ ഒരു ഡീറ്റെയിൽഡ് വർക്ക്സ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്? യൂണിറ്റ് 2 പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞായിരുന്നു യൂണിറ്റ് 1 വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് ദ തീം. വാട്ട് വാസ് ദ തീം? ദ French Revolution, and the novel was set in 2 countries where, yes, set in London and Paris. So we can see 2 kinds of or 2 major places where ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഓക്കെ, സോ ഈ 2 സിറ്റീസിൽ മാറി മാറി നടക്കുന്ന എന്താണ് ഒരു കഥയായിട്ടാണ് ഈ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആര് എഴുതിയിട്ടുള്ളത്? ചാൾസ് ഡിക്കൻസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. ചാൾസ് ഡിക്കൻസ് റോട്ട് എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഇൻ 1859. ഓക്കെ, അത് നിങ്ങൾ മാർക്ക് ചെയ്തത്. 1859 ഇത് പബ്ലിഷ് ചെയ്തത്. ദിസ് നോവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ 1859 ആൻഡ് ദ നോവൽ സെറ്റ് ഇൻ ലണ്ടൻ ആൻഡ് പാരീസ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, ദാറ്റ് ഈസ് ലേറ്റ് ഇൻ 18th സെഞ്ച്വറി. ഓക്കെ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ടൈമിലാണ് ഈ ഒരു നോവൽ എഴുതപ്പെട്ടിട്ടുള്ളത്. സോ because of that we can see many influences or many things related to the French Revolution, okay, here in the novel. Then it begins with the famous line, it was the best of times, it was the worst of times എന്നുള്ളത്. അപ്പോൾ ഈ നോവൽ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ യൂണിറ്റ് 1 ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അല്ലേ. ഈ നോവൽ തുടങ്ങുന്നത് ഒരു കൈൻഡ് ഓഫ് ലൈൻസ് വെച്ചിട്ടാണ്. അതായത് എന്താണ്? ഇറ്റ് വാസ് ദ വേസ്റ്റ് ഓഫ് ടൈം, സോറി, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ് ആൻഡ് ഇറ്റ് വാസ് ദ വേസ്റ്റ് ഓഫ് ടൈംസ് എന്ന് വെച്ചിട്ട്. അതായത് ഇത് ആ കാലഘട്ടം എന്ന് പറയുന്നത് നല്ലൊരു കാലഘട്ടവും സൈമിൾട്ടേനിയസ്ലി അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം എന്താണ് വേഴ്സ്റ്റ് കാലഘട്ടവുമാണ്. അതായത് ഒരു കോയിൻ്റെ 2 സൈഡ് എന്ന പോലെ നമുക്കതിൻ്റെ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും നമുക്കവിടെ കാണാൻ പറ്റും എന്നുള്ളത് ആ നോവലിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ലൈനാണ്. ഓക്കെ, ദെൻ which highlights the deep contrast in society, wealth and poverty, peace and violence, love and hatred. So എന്താണ് ഈ ലൈനും കൊണ്ട് അർത്ഥമാക്കുന്നത്? ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന കുറച്ച് സിറ്റുവേഷൻസ് എന്തൊക്കെ റിലേറ്റഡ് ആണ് അല്ലേ? ആ കോൺട്രാസ്റ്റ്, ആ വൈരുദ്ധ്യം അല്ലേ, എന്തിലൊക്കെ സൊസൈറ്റിയിൽ കണ്ടിരുന്ന ആ കോൺട്രാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഏതൊക്കെ? വെൽത്തും പോവർട്ടിയും അല്ലേ, ധനികരായവരും പാവപ്പെട്ടവരും തമ്മിലുള്ള കോൺട്രാസ്റ്റ്, പീസ് ആൻഡ് വയലൻസ് അത് തമ്മിലുള്ള കോൺട്രാസ്റ്റ്, ആൻഡ് ലവ് ആൻഡ് ഹേറ്റ്രഡ് അല്ലേ. പലർക്കും ലവ് ഉണ്ട്, പക്ഷെ പലവരും വെറുക്കപ്പെടുന്നു. സോ ഇത്തരത്തിലുള്ള 2 ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സമ്മിശ്ര ഭാവമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു കമ്പൈൻഡ് വേർഷനാണ് നമുക്ക് എന്ത് പറയാം? ഈ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന് പറയാം. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് this novel is both historical novel and a moral story. Okay, so the novel is both a historical novel. എന്താണ് ഹിസ്റ്റോറിക്കൽ നോവൽ എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിയൽ ഇവൻറ്റ്സ് ലൈക്ക് ദ റെവല്യൂഷൻ അല്ലേ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിയൽ റിയൽ ഇവൻറ്റ്സ് ദാറ്റ് ഈസ് ക്യാപ്ചേർഡ് ഫ്രം ദ ഫ്രഞ്ച് റെവല്യൂഷൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് a historical novel and also a moral story about sacrifice, love and justice. അപ്പോൾ ഹ്യൂമൻ വാല്യൂസ് അല്ലെങ്കിൽ ഹ്യൂമൻ മോറൽ വാല്യൂസ് ആയിട്ടുള്ള ലവ്, സാക്രിഫൈസ്, പിന്നെന്താണ് ജസ്റ്റിസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നോവലിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്ത് പറയാം? ഒരു മോറൽ സ്റ്റോറി ആണ് എന്നുകൂടി നമുക്ക് പറയാം.
ഓക്കെ, നൗ ഞാനിവിടെ എഴുതിയിട്ടുള്ളത് പോലെ തന്നെ ഈ ഒരു നോവൽ എന്ന് പറയുന്നത് 3 വോളിയത്തിലാണ് എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയാം 3 ബുക്സ് അതിൽ ഉണ്ട്. ഓക്കെ, സോ അത്രയും വലിയൊരു നോവലാണ്, അതുകൊണ്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 3 ബുക്സുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വോളിയം അല്ലെങ്കിൽ ദ ഫസ്റ്റ് ബുക്ക് ഇസ് known as Recall to Life. Okay, so that was written അല്ലെങ്കിൽ that was happened in the year 1775. 1775 ഒരു കുറച്ച് കാര്യങ്ങളാണ് എവിടെ കാണുന്നത്, റീകോൾ ടു ലൈഫ് എന്ന ബുക്ക് 1 നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞിട്ട് അടുത്ത കുറച്ച് ഇവൻറ്റ്സ് നടക്കുന്നതാണ് അടുത്ത ബുക്കിൽ, അതായത് ബുക്ക് 2. അതിൻ്റെ പേരാണ് ഗോൾഡൻ ത്രെഡ്. ഓക്കെ, നൗ നെക്സ്റ്റ് ദ ക്ലൈമാക്സ് ഓഫ് ദ നോവൽ ഇസ് situated as in the third book and that is titled as The Track of a Storm. Okay, അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ 3 ബുക്സുകളാണ് ഈ നോവലിനെ ഡിവൈഡ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, നൗ സോ ദ നോവൽ, ഇനി അതിൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു പ്ലോട്ടിൻ്റെ ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 3 ബുക്കുകളിലും പറയുന്ന ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ദ നോവൽ കണക്ട്സ് ദ ലൈഫ്സ് ഓഫ് സെവറൽ ക്യാരക്ടേഴ്സ് അക്രോസ് 2 cities, ദാറ്റ് ഇസ് ലണ്ടൻ ആൻഡ് പാരീസ്. ഓക്കെ, ലണ്ടനിലും പാരീസിലുമുള്ള കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ലൈഫ്സ് എങ്ങനെയാണ് പല രീതിക്കും കണക്റ്റഡ് ആയിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നൗ ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ റിലീസ് ഓഫ് ഡോക്ടർ മാനറ്റ് ഹൂ ഹാസ് ബീൻ അൺജസ്റ്റ്ലി ഇംപ്രിസൺഡ് ഇൻ ദ ബാസ്റ്റിൽ ഫോർ 18 years. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ. ഓക്കെ, അപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ 18 വർഷത്തിന് ശേഷം അദ്ദേഹം പ്രിസണിൽ നിന്നും റിലീസാവുന്ന ആ ഒരു മൊമെൻ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഈ ബുക്ക് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നോവലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകളാണ് ലൂസി മാനറ്റ്. അത് നമ്മൾ പഠിക്കും കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും എന്തിനാണ് അലക്സാണ്ടർ മാനറ്റ് 18 വർഷം ജയിലിൽ കിടന്നതെന്നൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. ആൻഡ് യെസ്, ബട്ട് ഹിസ് ഡോട്ടർ ലൂസി മാനറ്റ് ലവിംഗ്ലി റീസ്റ്റോഴ്സ് ഹിം ഹിസ് ഇമോഷണൽ ലൈഫ് എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ ഡോക്ടർ മാനറ്റിനെ ലൂസി മാനറ്റ് കാണാൻ വരികയും എന്താണ് ആ 18 വർഷത്തിന് ശേഷമുള്ള ആ ഒരു ഡാർക്കൻഡ് ലൈഫിൽ നിന്നും അദ്ദേഹത്തെ രക്ഷിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്കിതിൽ കാണാം. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം. നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പ്ലോട്ട് ഓവർവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പറയാൻ പോകുന്നത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാരക്ടർ അനാലിസിസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ്. ഓക്കെ, ഡോക്ടർ മാനറ്റ് എന്നും ഇടയ്ക്ക് വിളിക്കാറുണ്ട്, ഓർ ദ ഫുൾ നെയിം ഇസ് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ്. ഓക്കെ, സോ ഹീ ഈസ് ദ സിംബൽ ഓഫ് സഫറിങ് ആൻഡ് റിസറക്ഷൻ. ഓക്കെ, റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത്രയും നമ്മൾ മരണത്തിൻ്റെ അടുത്ത് പോയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂ ലൈഫ് ബിഗൻ ഫ്രം ദ ഡെത്ത് എന്ന് നമുക്ക് പറയാം. ഡെത്തിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാം, അതിനെ റിസറക്ഷൻ എന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, തീമിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീമിൻ്റെ ഒരു സിമ്പലാണ് ആര്, ഡോക്ടർ മാനറ്റ് എന്ന് പറയുന്നത്. സഫറിങ്ങിൻ്റെ സിമ്പലും കൂടിയാണ്. ഹിസ് ലോങ് ഇംപ്രിസൺമെൻറ്റ് ഷോസ് ദ ക്രുവൽറ്റി ഓഫ് ദ അരിസ്റ്റോക്രസി. ആ അത്തരത്തിലുള്ള 18 വർഷം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇംപ്രിസൺമെൻറ്റ് അന്നത്തെ കാലഘട്ടത്തിൽ അരിസ്റ്റോക്രസിയുടെ ഒരു ക്രുവൽറ്റി ആയിട്ടാണ് ഈ നോവലിൽ കാണിക്കുന്നത്. ആൻഡ് ഹിസ് റിക്കവറി ത്രൂ ലൂസീസ് ലവ് റെപ്രസെൻറ്റ്സ് ഹോപ്പ് ആൻഡ് ഹീലിംഗ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലൂസി അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സോ അത് എന്താണ്, ഒരു ഹോപ്പും ഹീലിങ്ങിൻ്റെ ഒക്കെ ഒരു റിക്കവറി ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ ഫസ്റ്റാണ് ഡോക്ടർ മാനറ്റ്. അടുത്തതാണ് ലൂസി മാനറ്റ്. ലൂസി മാനറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിൻ്റെ മകളാണ് ലൂസി മാനറ്റ്. ഓക്കെ, ഈ ലൂസി മാനറ്റ് ഇൻഫാക്റ്റ് അലക്സാണ്ടർ മാനറ്റിനെ കാണുന്നത് തന്നെ ആഫ്റ്റർ 18 years ആണ്. അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് അച്ഛനോ, അദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആര് വിചാരിച്ചിട്ടുള്ളത്, നമ്മുടെ ലൂസി വിചാരിച്ചിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, അടുത്തത് വരുന്നത് ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്, ചാൾസ് ഡാർനെ എന്ന് പറയുന്ന വ്യക്തിയാണ്. ചാൾസ് ഡാർനെ. അതിന് മുന്നേ ഒരു ക്യാരക്ടർ ഉണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, മിസ് പ്രോസ് എന്നാണ് കേട്ടോ ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത്, കുറച്ചൊരു വ്യത്യാസമുണ്ട്. മിസ് പ്രോസ് ആണ്.
ഓക്കെ, മിസ് പ്രോസ്. ഓക്കെ, അടുത്ത ക്യാരക്ടറാണ് മിസ് പ്രോസ്. മിസ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ഫിയസ്ലി ലോയൽ പ്രൊട്ടക്റ്റീവ് ഇംഗ്ലീഷ് ഗവർണസ് ടു ലൂസി മാനറ്റ് എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ലൂസി മാനറ്റ് ഒരു എന്താ പറയുക, അദ്ദേഹം അച്ഛനില്ലാതെ അല്ലെ അമ്മയില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ലൂസീനെ എടുത്ത് വളർത്തിയ ഒരു വളർത്ത് അമ്മ എന്ന് വേണമെങ്കിൽ നമുക്ക്, വളർത്തമ്മ അല്ലെങ്കിൽ അല്ലേ എന്താ ഒരു സെക്കൻഡ് മദർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആരെ പറയാം, മിസ് പ്രോസിനെ പറയാം. ഓക്കെ, സോ ഒരു അൺസെൽഫിഷ് ലവ് ആൻഡ് ഡൊമസ്റ്റിക് സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റെഡ് ഫാസ്റ്റ് ഫിഗറാണ് കേട്ടോ. അത്രയും ഒരു എന്താ പറയുക, ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ മിസ് പ്രോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ലൂസി, ആരോരുമില്ലാത്ത ഈ പെൺകുട്ടിയെ ലൂസി മാനറ്റിനെ എടുത്ത് വളർത്തുന്നത്. ഓക്കെ, സോ ഷീ സെർവ്സ് ആസ് എ ഡയറക്റ്റ് ഫോയിൽ ടു ദ വെഞ്ച്ഫുൾ മാഡം ഡിഫാജെ ആൻഡ് culminating in a dramatic showdown where Prose kills Defarge to save her Lady Bird. Okay, അതായത് ഓക്കെ, അതൊരു നമുക്ക് എന്ത് പറയാൻ പറ്റും, എന്താ മിസ് പ്രോസ് ഒരു മെയിൻ ക്യാരക്ടർ അല്ല, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ലൂസി മാനറ്റിനെ എടുത്ത് വളർത്തുന്ന ഒരു സ്ത്രീയാണ് ആര്, നമ്മുടെ മിസ് പ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ചാൾസ് ഡാർനെ. ചാൾസ് ഡാർനെ ശരിക്കും ബിലോങ്സ് ടു ദ ലാസ്റ്റ് മെമ്പർ ഓഫ് എവർമൗണ്ട് ഫാമിലി എന്ന് നമ്മൾ പറയും. എവർമൗണ്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഫ്രാൻസിലുള്ള എവർമൗണ്ട് ഫാമിലി. സോ he represents moral transformation through born into a cruel noble family. He rejects injustice and chooses a life of honesty. Okay, അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നിട്ടുള്ള എവർമൗണ്ട് ഫാമിലിയിൽ നിന്നും അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്, എനിക്ക് ഇനി ഈ ഒരു ഫാമിലിയിലെ എന്താ പറയുക ഐഡൻറ്റിറ്റി വേണ്ട, എനിക്ക് ഈ ഒരു പേര് വേണ്ട. അപ്പോൾ ചാൾസ് ഡാർനയുടെ ശരിക്കുമുള്ള പേര് എന്ന് പറയുന്നത് ചാൾസ് എവർമൗണ്ട് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരതകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചാൾസ് ഡാർനെ ഒരു എന്താണ് ആ അത്രയും ക്രൂവൽ അരിസ്റ്റോക്രസിയിൽ നിന്നും വിട്ടു നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രൂവൽറ്റിയിൽ നിന്നും വിട്ടിട്ട് ഒരു മോറൽ വേയിൽ ചിന്തിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ചാൾസ് ഡാർനെ. എന്നിട്ട് അദ്ദേഹമായിട്ട് തിരഞ്ഞെടുത്ത ഒരു പേരാണ് ചാൾസ് ഡാർനെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ he was born in a cruel noble family, that is Evermount family. Then he rejects injustice and chooses a life of honesty. അപ്പോൾ അവർ കാണിച്ചിട്ടുള്ള ഇൻജസ്റ്റിസ് ഒക്കെ ഒരിക്കലും എന്തായിരുന്നു, ഒരു അൺബെയറബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു ചാൾസ് ഡാർനേക്ക്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഹോണസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പഠിക്കും എന്താണെന്നുള്ളതൊക്കെ. അടുത്ത് വരുന്ന മെയിൻ ക്യാരക്ടറാണ് സിഡ്നി കാർട്ടൺ. ഓക്കെ, സിഡ്നി കാർട്ടൺ ആണെങ്കിൽ നമുക്ക് പറയാം ഹീ ഈസ് എ ട്രാജിക് ഹീറോ ഇൻ ദിസ് നോവൽ. ഒരു ട്രാജിക് ഹീറോ ആണ് സിഡ്നി കാർട്ടൺ ഈ നോവലിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനീഷ്യലി കെയർലെസ് ആൻഡ് സെൽഫ് ഡിസ്ട്രക്റ്റീവ്, ഹി അച്ചീവ്സ് ഗ്രേറ്റ്നസ് ത്രൂ ഹിസ് ഫൈനൽ ആക്ട് ഓഫ് സാക്രിഫൈസ്. അപ്പോൾ അദ്ദേഹം കാണാനൊരു ഡ്രങ്കാർഡിനെ പോലെയൊക്കെയാണ്, അതായത് ഫാമിലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്നാൽ എപ്പോഴും കുടിച്ച് നടക്കുന്ന ഒരു ഡ്രങ്കാർഡായിട്ടുള്ള ഒരു കെയർലെസ് ആയിട്ടുള്ളൊരു ആളാണ് എന്താ നമ്മുടെ സിഡ്നി കാർട്ടൺ എന്ന് പറയുന്നത്. പക്ഷേ ബീയിങ് അല്ലെങ്കിൽ എന്താണ് അറ്റ് ദ എൻഡ് ഓഫ് ദ നോവൽ വി ക്യാൻ സീ ദാറ്റ് ഹിസ് മൈൻഡ് ഓഫ് സാക്രിഫൈസ്, അദ്ദേഹം ഒരു സാക്രിഫൈസ് ഈ നോവലിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബിക്കംസ് ഹേഴ്സ് ഗ്രേറ്റ്നെസ്. അത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രേറ്റ്നെസ്സിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് സിഡ്നി കാർട്ടൺ. ഇനി അടുത്തത് മിസ്റ്റർ ഡിഫാജി ഉണ്ട്, മാഡം ഡിഫാജി ഉണ്ട്. അവരൊരു കപ്പിളാണ്, വൈൻ ഷോപ്പ് നടത്തുന്ന ഒരു കപ്പിളാണ്, നമുക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ മാഡം ഡിഫാജിയുടെയും അതുപോലെ തന്നെ മിസ്റ്റർ ഡിഫാർജയുടെയും വൈൻ ഷോപ്പിലും അതേപോലെ അവരുടെ വീട്ടിലൊക്കെയാണ് ഈ 18 വർഷത്തിന് ശേഷം അലക്സാണ്ടർ മാനറ്റ് പുറത്തിറങ്ങിയപ്പോൾ അഭയം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇവരുടെ വൈൻ ഷോപ്പ് എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അദ്ദേഹം പല തരത്തിലുള്ള കോബ്ലർ ജോബ് ചെയ്തിട്ടൊക്കെയായിരുന്നു ജീവിതം മുന്നോട്ട് നീക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ആ നോവലിൽ പറയുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ മാഡം ഡിഫാജേൻ്റെ സിംബലൈസസ് എന്ന് പറയുന്നത് സിംബലൈസ് ചെയ്യുന്നത് എന്തിനൊക്കെ വെച്ചാൽ റിവെഞ്ച്, ആങ്കർ ഓഫ് ദ ഒപ്രസ്ഡ് പീപ്പിൾ. ഷീ ഷോസ് ഹൗ സഫറിങ് ക്യാൻ ടേൺ ഇൻ ടു ഹേറ്റ്രഡ് എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ എന്തിനാണ് മാഡം ഡിഫാജെ ഒരു റിവെഞ്ചിൻ്റെ പ്രതിരൂപമാവുന്നത് എന്നൊക്കെ നമ്മൾ ഇതിൽ പഠിക്കും. ഓക്കെ, സോ അത്രയാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റീകോൾഡ് ടു ലൈഫ്, ദ ഗോൾഡൻ ത്രെഡ് ആൻഡ് ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം എന്ന് പറയുന്ന 3 ബുക്സിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് റീകോൾഡ് ടു ലൈഫ് എന്നുള്ളത്, അല്ലെങ്കിൽ റീകോൾഡ് ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. റീകോൾഡ് ടു ലൈഫ്, റീകോൾഡ് അല്ലേ, അതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റീകോൾഡ് ടു ലൈഫ് അതൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് റീബേർത്തിൻ്റെ ഒരു കാര്യമാണ് ബുക്ക് 1 ആയിട്ട്. ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്, അതേപോലെ തന്നെ റീബേർത്ത്, നമ്മൾ പറയും റിസറക്ഷൻ, അതാണ് റീബേർത്ത്. ദെൻ ഗോൾഡൻ ത്രെഡിൽ അവിടെ ഒരു കുറച്ച് റിലേഷൻഷിപ്സും ഇമോഷണൽ കണക്ഷൻസും ഒക്കെ കാണിക്കുന്നുണ്ട്. ദെൻ ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം എന്ന് പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷത്തിൻ്റെ അത്രയും റവല്യൂഷൻ കത്തി നിൽക്കുന്ന പീക്ക് ടൈമിലും ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോവലിൻ്റെ ക്ലൈമാക്സ് വരുന്നതും ഈ ബുക്ക് 3 ആയിട്ടുള്ള ദ ട്രാക്ക് ഓഫ് എ സ്റ്റോം എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്. Okay, so that's all about the character analysis or the main characters. Okay, now we can move on to the detailed summary of book 1, that is Recalled to Life. Okay, നമ്മൾ Recalled to Life എന്ന് പറയുന്ന ബുക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറിയിലേക്ക് നമ്മൾ പോവാണ്. So the first book sets the foundation of the story by the presenting a world full of contradictions and uncertainty. It opens with a description of England and France as places of both hope and suffering. The central focus is on Dr. Manette, who has been released after 18 years in the Bastille, where he was unjustly imprisoned by the French aristocracy. When he is reunited with his daughter Lucy, he is mentally fragile and obsessed with making shoes, a habit he developed in prison. Lucy's love gradually restores his sanity, symbolizing emotional and psychological resurrection. At the same time, the story introduces Charles Darnay, who is accused of treason in England during his trial. Sidney Carton plays a crucial role in saving him by highlighting their physical resemblance, which confuses the witnesses. Carton is revealed to be intelligent but dissatisfied with his life, lacking direction and purpose. This book mainly establishes the key characters, introduces the theme of resurrection, and hints that at the social and political tensions that will later explode into revolution. So ഇതാണ് ഒരു എന്താ പറയുക ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദ സമ്മറി ഓഫ് ബുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, നൗ ലിസൺ കെയർഫുള്ളി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി പറയാൻ പോവാണ്, അല്ലെങ്കിൽ ആ കഥ എന്താണെന്നാണ്, ഈ നോവലിൻ്റെ കഥ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. 3 ബുക്കുകളിലൂടെ അതിൻ്റെ ഒരു ജേണി എങ്ങനെയാണെന്ന് പറയാൻ പോവാണ്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കുറച്ച് എൻലാർജ്ഡ് ആയിട്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻലാർജ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ശരിക്കുള്ളൊരു ബ്രീഫ് സമ്മറി അല്ലേ, ആ കഥേൻ്റെ ഉള്ളിൽ എന്ത് നടന്നു എന്ന് അതിൽ ഉപരി നിങ്ങൾക്ക് ഓരോന്ന് കഴിഞ്ഞിട്ട് എന്ത് നടന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഒരു ബ്രീഫ് സമ്മറിയാണ് ഞാൻ തരാൻ പോകുന്നത്. മെയിൻ ഇവൻറ്റ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബുക്ക് 1 എന്ന് പറയുന്നത് എന്താണ്, റീകോൾഡ് ടു ലൈഫ്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് പോലെ തന്നെ ജാവസ് ലോഴി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഞാനിവിടെ എഴുതിയിട്ടില്ല, മെയിൻ ക്യാരക്ടറിൻ്റെ ലിസ്റ്റിൽ ഞാൻ എഴുതിയിട്ടില്ല. എന്നിരുന്നാൽ കൂടി അദ്ദേഹം അതൊരു ക്യാരക്ടറാണ്. സോ ഹി ഈസ് വർക്കിംഗ് ആസ് എ ഇംഗ്ലീഷ് ബാങ്കർ, ഒരു ബാങ്കറാണ്. സോ അദ്ദേഹം ഒരു മിഷൻ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഈ ഡോക്ടർ മാനറ്റിനെ കണ്ടെത്തുക എന്നുള്ളൊരു മിഷനിലൂടെയാണ് അദ്ദേഹം അവിടെ വരുന്നത്. ഓക്കെ, സോ ഈ ലൂസി മാനറ്റ്, അലക്സാണ്ടർ മാനറ്റിൻ്റെ ഡോക്ടർ മാനറ്റ് അല്ലെ, ഡോക്ടർ അലക്സാണ്ടർ മാനറ്റ്, അദ്ദേഹത്തിൻ്റെ മകളാണ് ലൂസി മാനറ്റ്, നമ്മൾ പറഞ്ഞ പോലെ തന്നെ. സോ ഈ ലൂസി ഒരു വളർത്തുമകളായിട്ട് മിസ് പ്രോസിൻ്റെ അല്ലേ, മിസ് പ്രോസിൻ്റെ അടുത്തായിരുന്നല്ലോ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഓഫൻ എന്നുള്ള രീതിക്കായിരുന്നു. എന്നിരുന്നാലും അതൊന്നും ഒരു എന്താ പറയുക
ഒരു പാർഷ്യാലിറ്റി ഒന്നും അവിടെ മിസ് പ്രോസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിവേസ് ലൂസി വിചാരിച്ചിരുന്നത് താനൊരു ഓഫനാണ്, തൻ്റെ അച്ഛൻ ഓൾറെഡി മരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ലൂസി വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ലൂസി ഇതുവരേക്കും അവളുടെ അച്ഛനെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ നമ്മുടെ ജാവസ് ലോറി മനസ്സിലാക്കുകയാണ് ഡോക്ടർ മാനറ്റ് മരിച്ചിട്ടില്ല, അദ്ദേഹം ഇപ്പോഴും ഫ്രാൻസിലുണ്ട്, 18 വർഷം കഠിന തടവിന് ശേഷം അദ്ദേഹം റിലീസായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലൂസിനോട് ഈ ഒരു ന്യൂസ് പറയുകയാണ്. സോ അത് കേട്ടപ്പോൾ ലൂസിക്ക് കുറച്ചും കൂടി എന്താണ് ക്യൂരിയസ് ആയി അല്ലേ, ടു സീ ഹർ ഫാദറിനെ കാണാൻ ക്യൂരിയസ് ആയി. അങ്ങനെ ഇവർ ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിലേക്ക് ഒരു ജേർണി തുടങ്ങുകയാണ്, ടു റിക്കവർ ഹർ ഫാദർ ഫ്രം ദാറ്റ് ഡാർക്ക് ലൈഫ് ടു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സോ അവർ മനസ്സിലാക്കുകയാണ് ഇദ്ദേഹം 18 വർഷത്തിന് ശേഷം ഇംപ്രിസൺമെൻറ്റിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അത്രയും മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് എന്ന് മനസ്സിലാക്കുകയാണ്. നമുക്ക് അറിയാലോ, ആര് ഒരു 18 വർഷമൊക്കെ തടവിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ട്രോമറ്റൈസ്ഡ് ആയിരിക്കും. സോ ആസ് ലൈക്ക് ദാറ്റ് എന്താണ് നമ്മുടെ ഡോക്ടർ മാനറ്റും അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇംപ്രിസണിലാവാൻ കാരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു റെവല്യൂഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട്, ഫ്രഞ്ച് റെവല്യൂഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അകത്താക്കുകയാണ്. പക്ഷെ ശരിക്കും ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞില്ലേ എവർമൗണ്ട് ഫാമിലി എന്നുള്ളത്, അത് അന്നത്തെ ഫ്രാൻസിലെ അന്നത്തെ അരിസ്റ്റോക്രാറ്റ്സ് ആയിരുന്നു. ഓക്കെ, അവിടുത്തെ പ്രഭുക്കന്മാർ. അപ്പോൾ ഈ എവർമൗണ്ടിലെ ഫാമിലിയിലെ ഒരു 2 ജ്യേഷ്ഠന്മാർ ഒരു കുട്ടീനെ എന്ത് ചെയ്യാണ്, ഒരു പെൺകുട്ടീനെ എന്താ പറയുക, റേപ്പ് ചെയ്തിട്ട് കൊല്ലുകയാണ്. ഓക്കെ, റേപ്പ് ചെയ്തിട്ട് കൊല്ലുകയാണ്. എന്നിട്ട് കൂടെ അതിൻ്റെ ഈ എവർമൗണ്ട് ഫാമിലി 2 ബ്രദേഴ്സാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാർത്ത ആര് കണ്ടെത്തുകയാണ്, നമ്മുടെ ഡോക്ടർ മാനറ്റ് കണ്ടെത്തുകയാണ്. ശരിക്കും ആ കുട്ടി കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ വെറുതെ മരണമല്ല, അത് കൊന്നതാണ്, ഈ റേപ്പ് ചെയ്ത് കൊന്നതാണെന്ന് അലക്സാണ്ടർ മാനറ്റ് ആളുകളോട് പറയാൻ വേണ്ടി നിൽക്കുന്ന സിറ്റുവേഷനിൽ എവർമൗണ്ട് ഫാമിലിത്തെ ആൾക്കാർ ഇത് മനസ്സിലാക്കി, അലക്സാണ്ടർ മാനറ്റ് സത്യം കണ്ടെത്തി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇയാളെ അൺജസ്റ്റിസ് ആയിട്ട് അല്ലേ, നീതിയുക്തപരം അല്ലെങ്കിൽ നീതിക്ക് വിപരീതമായിട്ട് ഇയാളെ റവല്യൂഷനിസ്റ്റ് എന്ന് പറഞ്ഞ് കള്ള കേസ് കൊടുത്തിട്ട് ഇയാളെ പ്രിസണിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആസ് യൂഷ്വൽ അല്ലേ, പ്രഭുക്കന്മാരാണ്, അരിസ്റ്റോക്രാറ്റ്സ് ആണ്, നോബൽ ഫാമിലിയാണ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ പിടിപാടുകൾ ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ട് നമ്മുടെ ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിനെ 18 വർഷത്തോളം കഠിന തടവിലേക്ക് വിടുന്നത്. ഓക്കെ, സോ ഇതാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഓക്കെ, അപ്പോൾ ഇതൊന്നും ആർക്കും അറിയില്ല. നമ്മളിത് ലാസ്റ്റ് പറയും, എങ്ങനെയാണ് ഇത് ലോകം അറിയുന്നത് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് പറയും. അപ്പോൾ ശരിക്കുമുള്ള റീസൺ ഫോർ ഇംപ്രിസൺമെൻറ്റ് ഇതാണ് ഡോക്ടർ അലക്സാണ്ടർ മാനറ്റിൻ്റെ. അപ്പോൾ ലൂസി ഈ ജാവസ് ലോറി വഴി അറിയുകയാണ് തൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്യാണ്, ലണ്ടനിൽ നിന്നും നമ്മുടെ ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസിലേക്ക് പോവുകയാണ് അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോൾ അവരവിടെ എത്തിയപ്പോൾ ഇദ്ദേഹത്തിന് ഡോക്ടർ മാനറ്റിന് ആദ്യമൊന്നും ലൂസിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതുവരെ കാണാത്ത തൻ്റെ മകളാണ് അല്ലേ, പക്ഷെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ലൂസി ബോധം വെച്ചിട്ടല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആയ മൈൻഡിൽ ആദ്യമായിട്ടാണ് അച്ഛനെ കാണുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഡോക്ടർ മാനറ്റ് മുന്നേ കണ്ടിട്ടുണ്ടായിരിക്കും, എന്നിരുന്നാലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ. പിന്നെ കുറേ ലൂസിൻ്റെ കെയറും ലവും ഒക്കെ പ്രകടിപ്പിച്ചപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആ ഒരു ബ്രൗൺ സ്ട്രാൻഡ്, മുടിയുടെ ആ ഒരു എന്താ പറയുക ഗോൾഡൻ സ്ട്രാൻഡൊക്കെ വെച്ചിട്ട് തൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫീച്ചറാണ്, ഫിസിക്കൽ ഫീച്ചറാണ്. അങ്ങനെ അവസാനം ഡോക്ടർ മാനറ്റ് തിരിച്ചറിയാണ് ദാറ്റ് ഈസ് ഷീ ഈസ് മൈ ഡോട്ടർ എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അപ്പോൾ അതൊരു സന്തോഷമുള്ള ഒരു എൻഡിങ്ങിലൂടെയാണ് ബുക്ക് 1 അവിടെ അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ബുക്ക് 1 അവിടെ അത് അവസാനിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ അവർ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവാണ്. ഓക്കെ, അതാണ് ബുക്ക് 1 മെയിനായിട്ട് പറയുന്നത്. ഇനി ബുക്ക് 2 അതായത് ബുക്ക് 2 എന്താണ്, ഗോൾഡൻ ത്രെഡ്. അപ്പോൾ 1780 ആ ഒരു ഇവൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഓക്കെ, അങ്ങനെ ബുക്ക് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചാൾസ് ഡാർനെ എന്ന് പറയുന്ന ഒരാളുടെ ഒരു ഇംഗ്ലണ്ടിൽ ഒരു എന്താ പറയണ ഒരു വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ഓക്കെ, ആ ഒരു കാര്യമാണ് നമുക്ക് അവിടെ കാണുന്നത്. ഓക്കെ, സോ
അതായത് ചാൾസ് ഡാർണെ ഹു ഈസ് അക്യൂസ്ഡ് ഓഫ് ട്രെസൺ ഇൻ ഇംഗ്ലണ്ടിൽ. അപ്പോൾ ഈ ചാൾസ് ഡാർണെ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫ്രാൻസിലെ അരിസ്റ്റോക്രാറ്റ്സ് ഫാമിലിയിലെ, നോബൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ്. പക്ഷേ അവരുടെ ക്രുവൽറ്റി കാരണം, ഈ ക്രുവൽറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടീനെ കൊന്ന 2 ഏട്ടന്മാരുള്ള ബ്രദേഴ്സുള്ള ഫാമിലിയാണിത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്രുവൽറ്റി. അപ്പോൾ അതൊക്കെ ചാൾസ് ഡാർണെ തിരിച്ചറിയുകയും ആ ചാൾസ് എവമൗണ്ട് എന്ന് പേര് മാറ്റി ചാൾസ് ഡാർണെ ആവുകയും അങ്ങനെയൊക്കെ ആയി മാറിയതാണ്. എന്നിട്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്ന ആ ഒരു ടൈമാണ് ബുക്ക് 2 കാണിക്കുന്നത്. പക്ഷേ അവിടുത്തെ ആ ഒരു കോടതി എന്ത് ചെയ്യാണ്, ചാൾസ് ഡാർണെ ഇവിടുത്തെ ആളല്ല, ഫ്രാൻസിൽ നിന്ന് വന്ന ഒരു ചാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടുത്തെ ഒരു ചാരനാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ചാൾസ് ഡാർണനെ അവിടെ വിചാരണ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ ടൈമിൽ അദ്ദേഹത്തിൻ്റെ വക്കീലായിട്ട് വരുന്ന ഒരാളുണ്ട്. ചാൾസ് ഡാർണനെ രക്ഷിക്കാൻ വേണ്ടി ഒരു വക്കീൽ വരുമല്ലോ. ആ വക്കീൽ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം, ചാൾസ് ഡാർണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വക്കീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിഡ്നി കാട്ടൺ എന്ന് പറയുന്ന ഒരാളെ, സിഡ്നി കാട്ടൺ അടുത്തൊരു മെമ്പറാണ് അല്ലെങ്കിൽ അടുത്തൊരു ക്യാരക്ടറാണ് സിഡ്നി കാട്ടൺ, അയാളെ കൊണ്ടുവരികയാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ സിഡ്നി കാട്ടൺ നമ്മൾ പറയൂലേ കുറച്ച് ഫാമിലി ഒന്നും ഇല്ലാത്ത ഡ്രങ്കാർഡായിട്ടുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സിഡ്നി കാട്ടൺ കാണാൻ ലുക്സ് ലൈക്ക് ടു നമ്മുടെ ചാൾസ് ഡാർണയുടെ അതേപോലത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരാളാണ് സിഡ്നി കാട്ടൺ. അപ്പോൾ ഇയാളെ കൊണ്ടുവന്നിട്ട് ചാൾസ് ഡാർണയ്ക്ക് പകരം സിഡ്നി കാട്ടനെ അവിടെ വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ചാൾസ് ഡാർണയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അല്ലേ. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നൊരു കാര്യം, അപ്പോൾ അതവിടെ അങ്ങനെ ക്ലോസ് ആയി. പിന്നീട് കാണുന്നത് ഈ ലൂസി മാനറ്റിനോട് ഈ ചാൾസ് ഡാർണയ്ക്കും അതേസമയം സിഡ്നി കാട്ടനും ഒരു ഇഷ്ടം തോന്നുകയാണ്. ഓക്കെ, ഒരു ഇൻഫാക്ച്വേഷൻ, ഒരു ലവ്, ഒരു എന്താ പറയണ്ടേ, ഒരു കണക്ഷൻ തോന്നുകയാണ്. ഓക്കെ, 2 പേർക്കും മറ്റേ ടൈമാണ് തോന്നുന്നത്. അപ്പോൾ അവർ ലൂസിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്രോച്ച് നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ലൂസി തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ചാൾസ് ഡാർണേനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ വിചാരിച്ചു രണ്ടുപേരും കാണാനൊക്കെ ഒരുപോലെ ആണെങ്കിലും ചാൾസ് ഡാർണയാണ് കുറച്ചും കൂടി ഒന്ന് നോബിളായിട്ടുള്ളത് അല്ലേ, ഒരു ഗുഡ് ലുക്കിംഗ് അല്ലെങ്കിൽ എന്താണ് ഗുഡ് വേ ഓഫ് ലൈഫ് അല്ലേ, നന്നായിട്ട് ലൈഫിൽ ജീവിക്കുന്ന ഒരാൾ ചാൾസ് ഡാർണയാണ്. പക്ഷേ സിഡ്നി കാട്ടൺ എന്ന് പറയുന്നത് എന്താണ്, കാണാൻ അത്ര വലിയ ഇതില്ലെങ്കിലും അല്ലേ, കുറച്ച് മുഷിഞ്ഞ ഡ്രസ്സും കാര്യങ്ങളാണെങ്കിലും ആണ്. അതുപോലെ തന്നെ എന്താണ്, ഡ്രങ്കാർഡാണ് അല്ലേ, എപ്പോഴും കുടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുടിച്ച് നടക്കുന്ന വ്യക്തിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഗുഡ് വേ ഓഫ് ലൈഫുള്ള ഒരാളെയാണെന്ന് വിചാരിച്ചിട്ട് ചാൾസ് ഡാർണയെ കല്യാണം കഴിക്കാൻ വേണ്ടി അങ്ങനെ തീരുമാനിക്കുകയാണ്. ആര്, നമ്മുടെ ലൂസി. ഓക്കെ, സോ സിഡ്നി കാട്ടൺ അവിടെ വന്നിട്ട് പറയുകയാണ്, സിഡ്നി കാട്ടൺ ഇത് മനസ്സിലാക്കി, ദാറ്റ് ഈസ് നമ്മുടെ ലൂസി ഹാസ് സെലക്റ്റഡ് ഓർ ലൂസി ജസ്റ്റ് സെലക്റ്റഡ് ചാൾസ് ഡാർണെ ആസ് ഹർ പാർട്ട്ണർ. അപ്പോൾ അത് മനസ്സിലാക്കിയിടത്തോട് കൂടി സിഡ്നി കാട്ടൺ പറയാണ്, സാരല്ല, ഓക്കെ, എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല. കാരണം അല്ലെങ്കിൽ എത്രത്തോളം അല്ലെങ്കിൽ എന്താ പറയുക, എന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഡ്രങ്കാർഡായിട്ട് ഒരു ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത എന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് ചാൾസ് ഡാർണയുടെ കൂടെ ജീവിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് അവസാനം സിഡ്നി കാട്ടൺ പറയുകയാണ് ലൂസിനോട്. എന്നിരുന്നാലും നിനക്ക് എന്ത് പ്രശ്നം ഇൻ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നതുണ്ടെങ്കിൽ എൻ്റെ ഒരു ആവശ്യം നിനക്ക് അവിടെ തോന്നുകയുണ്ടെങ്കിൽ ഒരിക്കലും മടി കൂടാതെ നീ എന്നെ വിളിച്ചോ എന്ന് ആര് പറയാണ്, സിഡ്നി കാട്ടൺ ലൂസിനോട് പറയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ബുക്ക് അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ലൂസി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ അവരങ്ങനെ പിരിയുകയാണ്. ഓക്കെ, സോ എന്താ പറയണേ, സിഡ്നി കാട്ടൺ ഒരു സാക്രിഫൈസ് അവിടെ ചെയ്തു അല്ലേ, സ്വന്തം ഇഷ്ടം അവിടെ ലൂസിനോട് ഉണ്ടായിട്ട് പോലും ലൂസി തിരഞ്ഞെടുത്ത ആ ഒരു ഓപ്ഷനെ അദ്ദേഹം റെസ്പെക്റ്റ് ചെയ്യുകയാണ് അല്ലേ, അല്ലാതെ ഫോഴ്സ്ഫുള്ളി നിർബന്ധിച്ച് പിന്നാലെ നടക്കുകയൊന്നും അല്ല ചെയ്തത്. അയാളുടെ സിറ്റുവേഷനും ലൂസിയുടെ സിറ്റുവേഷനും ഒക്കെ മനസ്സിലാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡബിൾ മാനറിലാണ് സിഡ്നി കാട്ടൺ അവിടെ പെരുമാറിയത്. സോ എന്താണ്, ചാൾസ് ഡാർണയെ സ്വീകരിക്കാൻ ഓക്കെ ആണെന്ന്, വില്ലിങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് ആര് പറയാണ്, സിഡ്നി കാട്ടൺ പറയാണ്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ എന്ത് പ്രശ്നം നേരിടുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒരു സഹായം, ഇഫ് യു ഹാവ് എനി ഇഫ് യു ഫീൽ എനി കൈൻഡ് ഓഫ് ഹെൽപ്പ് ഫ്രം മൈ സൈഡ് യു ക്യാൻ ഫ്രീലി കോൾ മീ എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടി അവിടെ വെക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പറയുകയാണ് ലൂസിൻ്റെ അടുത്ത്. സോ അങ്ങനെയാണ് നമ്മുടെ ബുക്ക് 2
അവിടെ അവസാനിക്കുന്നത്. ഗോൾഡൻ ത്രെഡ് എന്ന് പറയുന്ന ബുക്ക് 2 അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി ബുക്ക് 3 പറയുന്നത്, അതായത് ട്രാക്ക് ഓഫ് എ സ്റ്റോം എന്ന് പറയുന്നതിൽ എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ബുക്ക് 1ഉം ബുക്ക് 2ഉം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ബുക്ക് 3ൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ മാനറ്റ് എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ മാഡം ഡിഫാജയ്ക്ക് കിട്ടുകയാണ്. നമ്മൾ പറഞ്ഞു മിസ്റ്റർ ഡിഫാജയുടെയും നമ്മുടെ മാഡം ഡിഫാജയുടെയും എടുത്തായിരുന്നു അലക്സാണ്ടർ മാനറ്റ് അല്ലേ. ഈ 18 വർഷത്തിന് ശേഷം അദ്ദേഹം എന്താണ് ഒരു ഷെൽട്ടർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, സോ അങ്ങനെ പറഞ്ഞപ്പോൾ ശരി, അങ്ങനെ ഷെൽട്ടർ കൊടുത്തല്ലോ. അപ്പോൾ അവിടെ നിന്നും അലക്സാണ്ടർ മാനറ്റ് എഴുതിയിട്ടുള്ള ഒരു കത്ത് മാഡം ഡിഫാജയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ ആ കത്തിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുകയാണ്, തൻ്റെ ഇംപ്രിസൺമെൻറ്റിന് കാരണം ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള രീതിക്ക് അല്ലേ, റവല്യൂഷനിസ്റ്റ് ആണ് എന്ന രീതിക്ക് തന്നെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഇംപ്രിസൺമെൻറ്റ് ചെയ്തതാണ്. പക്ഷേ ശരിക്കുമുള്ള റീസൺ എന്താണ്, ആ കുട്ടീനെ റേപ്പ് ചെയ്ത് കൊന്നത് താൻ കണ്ടെത്തുകയും അത് പേടിച്ചിട്ടാണ് അല്ലേ, അത് പുറം ലോകത്തോട് പറയുമെന്ന് പേടിച്ചിട്ടാണ് ഈ നമ്മുടെ എവർമൗണ്ട് ഫാമിലിയിലെ ആൾക്കാർ ഇങ്ങനെ കുടുക്കിയതാണ് എന്നുള്ള ആ ഒരു സത്യം എഴുതിയ ലെറ്റർ, ആ ഫാക്റ്റ് എഴുതിയ ലെറ്റർ ആർക്ക് കിട്ടിയാണ്, നമ്മുടെ ഡിഫാജയ്ക്ക്, മാഡം ഡിഫാജയ്ക്ക് കിട്ടുകയാണ്. അങ്ങനെ അവിടെ ആ ട്രൂത്ത് വെളിപ്പെടുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതൊരു ഡ്രമാറ്റിക്കും ഇമോഷണൽ ക്ലൈമാക്സും നിറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് ഈ ബുക്ക് 3 എന്ന് പറയാം അല്ലേ. കാരണം ഓക്കെ, അപ്പോൾ ഈ മാഡം ഡിഫാജെ ഇതറിഞ്ഞപ്പോൾ ഈ ചാൾസ് ഡാർനെയാണ് ആ നോബൽ ഫാമിലിയിലെ ആൾ എന്നുകൂടി ആരറിയാണ്, മാഡം ഡിഫാജെ അറിയുകയാണ്. അങ്ങനെ ചാൾസ് ഡാർനെ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇംഗ്ലണ്ടിലുണ്ട് എന്നും അദ്ദേഹമാണ്, ഓക്കെ, അതിന് മുന്നേ ഈ മാഡം ഡിഫാജെ ആ ലെറ്റർ കണ്ടെത്തിയ എന്താ പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ റേപ്പ് ചെയ്ത് കൊന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ സിസ്റ്ററാണ് ആര്, നമ്മുടെ മാഡം ഡിഫാജെ. ഓക്കെ, സോ അവരൊരു ഭയങ്കര ട്രോമയിലൂടെ കടന്നുപോയൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവർക്ക് അറിയുണ്ടായിരുന്നില്ല അവളെ പെങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്. പക്ഷെ ആ ലെറ്ററിലൂടെയാണ് മാഡം ഡിഫാജെ ഈ ട്രൂത്ത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടുന്നാണ് നമ്മുടെ മാഡം ഡിഫാജയുടെ എന്തുണ്ട്, ആ റിവെഞ്ചും ആ ഡിസ്ട്രക്ട്ഫുൾ ആയിട്ടുള്ള മാനറും ബിഹേവിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൻ്റെ പെങ്ങളെ അല്ലെങ്കിൽ തൻ്റെ സഹോദരിയെ കൊന്നിട്ടുള്ള ആളുകളുടെ കുടുംബത്തെ അല്ലെങ്കിൽ അത് വേരോടെ പിഴുതെറിയണമെന്നുള്ളൊരു റിവെഞ്ച്, ഒരു പ്രതികാരം ഉടലെടുക്കുന്നത് ആ ഒരു നിമിഷത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ചാൾസ് ഡാർനെ ആണ് അതിലെ ലാസ്റ്റ് മെമ്പർ എന്നും അവനെ കൊല്ലണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മുടെ മാഡം ഡിഫാജെ എത്തുകയാണ്. ഓക്കെ, അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിൽ നിന്നും അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും, ചാൾസ് ഡാർനെയ്ക്ക് ഒരു ഭാര്യയുണ്ട്, അത് ലൂസി മാനറ്റാണ്. അവളെയും അതുപോലെ തന്നെ അവർക്കൊരു മകനോ മകളോ ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയും കൊല്ലണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് നമ്മുടെ മാഡം ഡിഫാജെ എത്തുകയാണ്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ അറിയാണ് നമ്മുടെ ഡോക്ടർ മാനറ്റ് അറിയാണ്, ആ ഒരു ലെറ്റർ കാരണം തൻ്റെ മരുമകനും മകളും പേരക്കുട്ടിയും അല്ലേ ഒക്കെ ഇവിടെ മരണപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു സത്യം കൂടിയും ആരറിയുകയാണ്, ഡോക്ടർ മാനറ്റ് അറിയുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊന്നും അറിയാതെ ചാൾസ് ഡാർനെ ഫ്രാൻസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് ചാൾസ് ഡാർനെ റിട്ടേൺസ് ടു ഫ്രാൻസ് ടു റെസ്ക്യൂ എ ഫോമർ സെർവൻറ്റ് ഹു ഹാസ് ബീൻ ഇംപ്രിസൺഡ്. ഓക്കെ, ഒരു ഫോമർ സെർവൻ്റ് ആയിട്ടുള്ള ഒരാൾ ഫ്രാൻസിൽ ഇംപ്രിസൺഡ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അറിഞ്ഞിട്ട് ഫ്രാൻസിലേക്ക് രക്ഷിക്കാൻ വേണ്ടി വരികയാണ് ചാൾസ് ഡാർനെ. ഓക്കെ, സോ ഹൗ എവർ ഹി ഈസ് അറസ്റ്റഡ് ആസ് ആൻ എനിമി ഡ്യൂ ടു ഹിസ് നോബൽ ബാക്ക്ഗ്രൗണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു മാഡം ഡിഫാജെ കൊടുത്ത കേസ് കാരണം ചാൾസ് ഡാർനെ അങ്ങനെ അവിടെ അറസ്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കാരണം എന്താണ്, ആ എവർമൗണ്ട് ഫാമിലിയിലെ നോബൽ ഫാമിലിയിലെ ഒരു മെമ്പറാണ് എന്നുള്ള കാരണം കൊണ്ട്. പക്ഷേ ചാൾസ് ഡാർനെയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ല. ആ ക്രുവൽറ്റി തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം ഒരു നല്ല ലൈഫിലേക്ക് പോവുകയും അല്ലേ, ആ നോബൽ ഫാമിലി വേണ്ട, ഐഡൻറ്റിറ്റി വേണ്ട എന്ന് തിരിച്ചറിഞ്ഞ് വേറെ പേര് സ്വീകരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പക്ഷേ മാഡം ഡിഫാജയ്ക്ക് ഇതൊന്നും അറിയില്ല. അവൾ ആ ഒരു പ്രതികാരത്തിൻ്റെ രീതിക്കാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ
Although Dr. Manette uses his influence as a former prisoner to secure Darnay's release, he is later arrested again and sentenced to death as a revolutionaries seek revenge against all aristocrats. This situation in Paris become chaotic and violent with mass execution and a breakdown of justice. അപ്പോൾ ഡോക്ടർ മാനറ്റ് ഇത് അറിഞ്ഞതോടുകൂടി രക്ഷിക്കാനൊക്കെ വരികയും അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പാരീസിൽ ഉണ്ടായിരുന്ന കയോട്ടിക് വയലൻറ്റ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആ ഒരു സിറ്റുവേഷൻസാണ് ആ ഒരു ഭാഗത്തൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ മൊമെൻറ്റിലാണ് നമ്മുടെ ഒരു രക്ഷകനായിട്ട് ആര് വരുന്നതെന്ന് അറിയോ? സിഡ്നി കാട്ടൺ വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ലൂസി മാനറ്റിനോട് സിഡ്നി കാട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തൊരു ആവശ്യം ഫ്യൂച്ചറിൽ വരികയാണെന്നുണ്ടെങ്കിലും യു ക്യാൻ കോൾ മീ, ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ സഹായിക്കാം, എന്നെക്കൊണ്ട് എന്ത് ചെയ്യാവുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് പറഞ്ഞിട്ട് സിഡ്നി കാട്ടൺ വരികയാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അയാൾ അറിയുകയും എൻ്റെ ആവശ്യം അവർക്കുണ്ട്, ഞാൻ അവരെ രക്ഷിക്കണമെന്ന് ഒരു ഡിസിഷൻ എടുത്തിട്ട് അദ്ദേഹം അങ്ങനെ വരികയാണ്. Then Sidney Carton steps forward to fulfill his earlier promise using his physical resemblance to Darnay. He secretly exchanges places with him in prison. Darnay escapes safely to England with Lucy and their family, while Carton faces execution with calm courage. His sacrifice transforms him into a heroic figure and gives meaning to his otherwise wasted life. അപ്പോൾ സിഡ്നി കാട്ടൺ സീക്രട്ടായിട്ട് ചാൾസ് ഡാർനെ അറസ്റ്റ് ആയിട്ടുള്ള പ്രിസണിലേക്ക് വരികയാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ചാൾസ് ഡാർനേനെ പോലെയാണ് നമ്മുടെ സിഡ്നി കാട്ടൺ കാണാൻ. ദേ ആർ ലുക്ക് ലൈക്ക് സിമിലർ ഇൻ ബോത്ത് അല്ലേ, രണ്ടുപേരും ഒരേപോലെയാണ് കാണാനുള്ളത്. അപ്പോൾ അന്ന് രക്ഷിച്ച പോലെ അന്ന് ആ ഒരു കോർട്ടിൽ ട്രസൺ ഓഫ് ഇംഗ്ലണ്ട് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അന്ന് രക്ഷിച്ച പോലെ ഇന്നും അദ്ദേഹം വരികയാണ്. കാരണം എന്താ, സിഡ്നി ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാനൊരു ഡ്രങ്കാർഡാണ്, എനിക്കൊരു ഫാമിലിയോ കാര്യങ്ങളോ ഒന്നുമില്ല, എൻ്റെ ഒരു ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യങ്ങളോ ഒന്നുമില്ല അല്ലേ. അപ്പോൾ വെറുതെ മരിച്ച് ജീവിക്കുന്നതിനേക്കാളും ഒരാൾക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മരിക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ഒരു തിരിച്ചറിവിലേക്ക് അദ്ദേഹം എത്തുകയും, കാരണം ചാൾസ് ഡാർനേക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്, അപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, എനിക്കാണെങ്കിൽ അതില്ല. അപ്പോൾ അങ്ങനെ സിഡ്നി കാട്ടൺ ഒരു തീരുമാനം എടുക്കുകയാണ്, ചാൾസ് ഡാർനെ രക്ഷിക്കാം, ചാൾസ് ഡാർനെ ആയിട്ട് ഞാൻ പ്രിസണിൽ കിടക്കാം എന്ന് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ എന്ത് ചെയ്യാണ് അവിടെ ചാൾസ് ഡാർനെ സീക്രട്ടായിട്ട് മാറ്റിയിട്ട് സിഡ്നി കാട്ടൺ ആ ഒരു പ്രിസണിൽ കിടക്കുകയും ചാൾസ് ഡാർനെയും ലൂസിയും അവരുടെ കുട്ടിയും കൂടി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ് സേഫായിട്ട്. അങ്ങനെ മാഡം ഡിഫാജെ ഇവരെ കൊല്ലുന്നതിനിടയിൽ മാഡം ഡിഫാജയും ആ ഒരു ഇതൊക്കെ അറിഞ്ഞിട്ട് ലാസ്റ്റ് മാഡം ഡിഫാജെ ഇവരെ കൊല്ലാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ മാഡം ഡിഫാജയുടെ ഒരു ബെസ്റ്റിൽ ഉപയോഗിച്ച് താൻ തന്നെ സ്വയം മരിക്കുന്ന ഒരു സിറ്റുവേഷനും അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഫുൾ ഓഫ് ഡെത്താണ് നമുക്ക് ആ ലാസ്റ്റ് എൻഡിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അത്രയുമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ സാക്രിഫൈസ് അല്ലേ, ലൈഫിൻ്റെ സാക്രിഫൈസ്, സിഡ്നി കാട്ടൻ്റെ സാക്രിഫൈസ് ഓഫ് ലൈഫ് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, so his sacrifice transforms him into a heroic figure and gives meaning to his otherwise wasted life. അല്ലേ, അയാൾ വേസ്റ്റ് ചെയ്ത ആ ഒരു ലൈഫിന് ആ ഒരു സാക്രിഫൈസോട് കൂടി ഒരു മീനിങ് കൊടുക്കുകയാണെന്ന് അവിടെ പറയുന്നുണ്ട്. So the novel ends on a hopeful note, emphasizing that through love and sacrifice a better future is possible even after great suffering. അല്ലേ, അപ്പോൾ ഈ നോവൽ അങ്ങനെ എൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറേ ജീവിതത്തിൽ സഫർ ചെയ്യുകയും കുറേ എന്ത് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ലവും അല്ലെങ്കിൽ കുറേ നമ്മൾ അല്ലേ ഈവൻ ആഫ്റ്റർ ഗ്രേറ്റ് സഫറിങ് എന്ന് പറയുന്നത്, അതായത് ഗ്രേറ്റ് സഫറിങ് നമ്മൾ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിലും ലവും സാക്രിഫൈസും ഉണ്ടെങ്കിൽ അല്ലേ, ഒരു ഇഷ്ടവും ഒരു സ്നേഹവും ഒരു ത്യജിക്കാനുള്ള അല്ലെങ്കിൽ ത്യാഗം ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ എന്താണ്, ഒരു ബെറ്റർ ഫ്യൂച്ചർ എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളൊരു നോട്ടോടു കൂടിയാണ് ആ നോവൽ അവിടെ അവസാനിക്കുന്നത്. സോ ഇത്രയുമാണ് ഈ സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും. ഓക്കെ, സോ that's it about the summary of these 3 books, okay, or the entire brief summary of this entire novel. Okay, so that's all about students. നമ്മളിപ്പോൾ അതിൻ്റെ book 1, book 2, book 3 Tale of Two Cities-ൻ്റെ
3 വോള്യൂംസ് ആണ് അല്ലേ, ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3, 3 ബുക്സുകളായിട്ടാണ് എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി നമ്മൾ പറഞ്ഞു. ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കി. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക. ചിലപ്പോൾ ഈ ക്യാരക്ടേഴ്സിലൊക്കെ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല, ചിലപ്പോൾ വേറെ സ്പെല്ലിംഗ് ഉപയോഗിച്ചിട്ടായിരിക്കും ടെക്സ്റ്റിൽ നോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ ടെക്സ്റ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, സമ്മറി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സമ്മറി വരുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഞാൻ സമ്മറി പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താ പറയുക, ഇപ്പം ഇത്രയും പറഞ്ഞ പ്ലോട്ടിൻ്റെ ഒന്നും കൂടി ഞാനൊന്ന് ചുരുക്കിയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ട്, അതിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ദ നോവൽ കണക്ട്സ് ദ ലൈഫ്സ് ഓഫ് സെവറൽ ക്യാരക്ടേഴ്സ് അക്രോസ് ദ 2 cities അല്ലേ, നമ്മൾ പറഞ്ഞു ലണ്ടൻ, പാരീസിലെ 2 സിറ്റീസിലെ പലതരം ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ്സ് എന്ത് ചെയ്യാൻ കണക്ട് ചെയ്തിട്ട് പറയുകയാണ് ഈ നോവൽ ചെയ്യുന്നത്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ റിലീസ് ഓഫ് ഡോക്ടർ മാനറ്റിൻ്റെ ഇംപ്രിസണിൽ നിന്നുള്ള റിലീസ് വെച്ചിട്ടാണ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അദ്ദേഹം എങ്ങനെയാണ് ഇംപ്രിസണിൽ പോയത്? അൺജസ്റ്റ്ലി ഇംപ്രിസൺഡ് അല്ലേ, നീതിയുക്തപരമായിട്ടല്ല, അനീതി അല്ലേ, ആളുകൾ അനീതിയിലൂടെയാണ് അദ്ദേഹത്തെ ജയിലിലാക്കിയിട്ടുള്ളത് 18 വർഷത്തോളം. ദെൻ ഹീസ് മെൻ്റലി ബ്രോക്കൺ. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ മെൻ്റലി ബ്രോക്കൺ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള ലൂസി മാനറ്റ് തിരിച്ചറിയുകയും വരികയും ഇംഗ്ലണ്ടിൽ നിന്ന് ഫ്രാൻസിലേക്ക് എത്തുകയും ജാവിസ് ലോറിയുടെ കൂടെ അല്ലേ എത്തുകയും കുറച്ച് ലവിങ്ങും കെയറിങ്ങും ഒക്കെ ആയി അദ്ദേഹത്തെ എന്ത് ചെയ്തു, റീസ്റ്റോർ ചെയ്തു അല്ലേ, ഒരു റീബർത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവരൊരു ഇമോഷണൽ ലൈഫ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ചാൾസ് ഡാർണെ അല്ലേ. മീൻവൈൽ ചാൾസ് ഡാർണെ, ഫ്രഞ്ച് അരിസ്റ്റോക്രാറ്റ് ഹു റിജക്ട്സ് ഹിസ് ഫാമിലീസ് ക്രൂവൽ പാസ്റ്റ്, സെറ്റിൽസ് ഇൻ ഇംഗ്ലണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു എവർമൗണ്ട് ഫാമിലി എന്നുള്ള ഫാമിലീനെ എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്തിട്ട് ഇംഗ്ലണ്ടിൽ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഫാമിലി നയിക്കുകയാണ്. ഫാമിലി അല്ല, ഒരു ജീവിതം അല്ലേ, എന്താ ഫ്രാൻസിൽ നിന്ന് മാറി ഇംഗ്ലണ്ടിലേക്ക് വരുന്നതും അതുപോലെ തന്നെ പേരൊക്കെ മാറ്റി ഒരു പുതിയ ജീവിതം നയിക്കുന്നതും നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ എവ്രി മൗണ്ടേ എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ നോവലിൽ കാണാൻ പറ്റുന്നത് കേട്ടോ. എവ്രി മൗണ്ടേ നമ്മൾ എഴുതി തരാം. EVRE എന്നാണ് അല്ലേ, EVRE. അത് ഫ്രാൻസിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരു ഫ്രഞ്ച് നെയിമാണ് ഈ ഒരു സാധനം. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണിത്. ഓക്കെ, എവ്രി മൗണ്ട് ഫാമിലി അതൊരു ക്രൂവലായിട്ടുള്ള കറപ്റ്റായിട്ടുള്ള ഫ്രഞ്ച് അരിസ്റ്റോക്രാസി ഉള്ള ഒരു ഫാമിലിയാണ്. ആൻഡ് ഹൂസ് അബ്യൂസസ് ഫ്യൂവൽ ദ ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ഫ്യൂവൽ കൊടുത്തു അല്ലേ, അതിനൊരു ഫ്യൂവലായി മാറിയത് അല്ലെങ്കിൽ കാരണമായി മാറിയത് തന്നെ ഈ ഒരു ഫാമിലിയാണ് നമ്മളവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്, യെസ്, ദെൻ ഹി ഫോൾസ് ഇൻ ലവ് വിത്ത് ലൂസി. പിന്നെ നമ്മളിവിടെ കാണുന്നുണ്ട് ലൂസി ആയിട്ട് ചാൾസ് ഡാർണെ ഇഷ്ടത്തിലാവുന്നതും മാരി ചെയ്യുന്നതും നമ്മളവിടെ കണ്ടു. അനദർ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിൽ സിഡ്നി കാർട്ടൻ്റെ അവിടെ വരവ് നമ്മൾ അല്ലേ, അവരെ പരസ്പരം ഒരേപോലെയാണ് കാണാൻ, ചാൾസ് ഡാർണയെയും സിഡ്നി കാർട്ടനെയും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിചാരയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൂസിയെ ഇഷ്ടപ്പെടുകയും സീക്രറ്റ്ലി ലവ് ചെയ്യുന്നതും, പക്ഷേ ഒരു ടാലൻറ്റഡ് ആണ് പക്ഷേ അൺഹാപ്പി ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ബിലീവ്സ് ഹീ ഈസ് അൺവർത്തി ഫോർ ഹർ. ലാസ്റ്റ് മനസ്സിലാക്കുകയാണ് താനൊരു ഫിറ്റായ ആളല്ല, അല്ലെങ്കിൽ താനൊരു ലൂസിക്ക് യോജിച്ച സ്യൂട്ടായിട്ടുള്ള ആളല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും പിന്നീട് ഫ്യൂച്ചറിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തന്നെ വന്ന് വിളിക്കാനും അല്ലെങ്കിൽ താൻ അവിടെ രക്ഷിക്കാനുണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പറയുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ ആ സ്റ്റോറി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആ ഒരു ബിഗിനിങ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഡ്രൈവൻ ബൈ ദ സഫറിങ് ഓഫ് ദ പുവർ അണ്ടർ ഒപ്രസീവ് നോബിൾസ് അല്ലേ, പുവർ ആയിട്ടുള്ള ആൾക്കാരെ ഈ നോബിളായിട്ടുള്ള ആൾക്കാർ ഒപ്രസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നു. ഡാർണെ ഫ്രാൻസിലേക്ക് റിട്ടേൺ ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യപ്പെടുന്നതും അല്ലേ, ഡെത്ത് അല്ലേ, കൊല്ലാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്തുകയും, പക്ഷേ കാർട്ടൻ ആ ഒരു സമയത്ത് വന്നിട്ട് ആരെ രക്ഷിക്കുന്നുണ്ട്, ചാൾസ് ഡാർണയെ രക്ഷിക്കുകയും അയാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് അല്ലേ സാക്രിഫൈസസ് ഹസ് ലൈഫ് ബൈ ടേക്കിംഗ് ഡാർണീസ് പ്ലേസ്. ഡാർണയുടെ പ്ലേസ് ഇയാൾ എടുത്തിട്ട്
അയാൾ ഒരു ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നതും കാണുന്നുണ്ട്. എന്നിട്ട് ചാൾസ് ഡാർവിനെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ഒരു ആക്ട് കാർട്ടൻ്റെ ഒരു റിഡംഷൻ ആൻഡ് മീനിങ് ഇൻ ലൈഫ് അല്ലേ, ഒരു ഭയങ്കരമായിട്ടൊരു ത്യാഗത്തിൻ്റെ ഒരു കഥയാണ് അവിടെ. അതേപോലെ തന്നെ ലൈഫിനൊരു മീനിങ് കൊടുക്കുന്ന ഒരു പോലെയൊക്കെയാണ് സിഡ്നി കാർട്ടൻ്റെ ഈ ഒരു പ്രവൃത്തി എന്നും നോവലിൽ പറയുന്നുണ്ട്. അതാണ് ഒന്നും കൂടി ചുരുക്കി പറഞ്ഞ ഒരു പ്ലോട്ടിൻ്റെ ഓവർവ്യൂ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞ പോലെ തന്നെ മേജർ തീംസ് എന്തൊക്കെയാണ് മറക്കരുത്. റിസറക്ഷൻ അല്ലേ, അതായത് ഡോക്ടർ മാനറ്റിൻ്റെ റിക്കവറി, ആ റീബേർത്ത്, അതൊരു റിസറക്ഷനാണ്. അതുപോലെ തന്നെ സിഡ്നി കാർട്ടൻ്റെ മോറൽ റീബേർത്തും കൂടി അവിടെ കാണിക്കുന്നത്. അതായത് ഒന്നുമല്ല അല്ലേ, ജീവിതത്തിൽ ഒന്നുമല്ലാതെ നടക്കുന്ന ഒരാൾ തൻ്റെ ത്യാഗം കൊണ്ട് ഒരാളുടെ ജീവിതത്തിനൊരു വെളിച്ചമേകി അല്ലേ, വെളിച്ചം കൊടുത്തു. അപ്പോൾ അതും ഒരു റീബേർത്താണ് സിഡ്നി കാർട്ടൻ്റെ. അപ്പോൾ അതും റിസറക്ഷൻ ഒരു എക്സാമ്പിളാണ്. സാക്രിഫൈസ് കാർട്ടൻസിൻ്റെ അൾട്ടിമേറ്റ് ഒരു ആക്റ്റാണ് അല്ലേ, തൻ്റെ ജീവിതം കൊടുത്തിട്ട് പോലും വേറൊരാളെ സഹായിക്കുക അല്ലേ, അതൊരു അൾട്ടിമേറ്റ് ആക്റ്റാണ് സാക്രിഫൈസിൻ്റെ. സിഡ്നി കാർട്ടനാണ് അതിൻ്റെ സിമ്പിൾ. പിന്നെ ലവ് ആൻഡ് കമ്പാഷൻ നമുക്ക് കാണാം. ലൂസി ആസ് ഇമോഷണൽ സെൻറ്റർ, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അല്ലേ, ലൂസീൻ്റെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ലൂസീൻ്റെ ലവും കമ്പാഷനും കൊണ്ടാണ്. പിന്നെ ചാൾസ് ഡാർവിനോടുള്ള ഒരു അഫെക്ഷനും കണക്ഷനൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ജസ്റ്റിസ് വേഴ്സസ് റിവെഞ്ച് നമുക്കവിടെ കാണാൻ പറ്റും. അതായത് റെവല്യൂഷൻ ബിഗിൻസ് ആസ് ജസ്റ്റിസ് ബട്ട് ബിക്കംസ് റിവെഞ്ച് അല്ലേ, റെവല്യൂഷൻ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിലും അത് എൻഡ് ചെയ്യുന്നതൊരു റിവെഞ്ചിലൂടെയാണ്. മാഡം ഡിഫാജിൻ്റെ ഒരു റിവെഞ്ചിലൂടെയാണ്. അപ്പോൾ ജസ്റ്റിസ് വേഴ്സസ് റിവെഞ്ചും ഒരു തീമാണ്. എന്തൊക്കെയാണ് അപ്പോൾ തീംസ്? റിസറക്ഷൻ, സാക്രിഫൈസ്, ലവ് ആൻഡ് കമ്പാഷൻ, ജസ്റ്റിസ് വേഴ്സസ് റിവെഞ്ച്. ഓക്കെ, so to conclude, we can say that A Tale of Two Cities teaches that even in times of violence and injustice, human values like love, sacrifice and compassion can bring hope and renewal. അല്ലേ, അതായത് എന്താ പറയുന്നത്, ടെയിൽ ഓഫ് ടു സിറ്റീസ് നമ്മളെ ടീച്ച് ചെയ്യുന്നത് എന്താണ്? വയലൻസും ഇൻജസ്റ്റിസും ഒക്കെ അവിടെ നിലനിൽക്കുന്നു എങ്കിൽ പോലും ഹ്യൂമൻ വാല്യൂസ് ആയിട്ടുള്ള ലവ്, സാക്രിഫൈസ്, കമ്പാഷൻ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹോപ്പിനെയും ഒരു പുതിയ ജീവിതത്തിനെയും കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ഹ്യൂമൻ വാല്യൂസ് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സിഡ്നി കാർട്ടൻസ് ഫൈനൽ ആക്ട് ഷോസ് ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഫൈൻഡ് റിഡംഷൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് ലൈഫ് അല്ലേ. അപ്പോൾ സിഡ്നി കാർട്ടൻ്റെ ആ ഒരു പ്രവൃത്തി, ലാസ്റ്റിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു റിഡംഷനാണ് അല്ലേ. ജീവിതത്തിൻ്റെ ഏതൊരു സ്റ്റേജിലും നമുക്ക് റിഡംഷൻ, ഒരു വീണ്ടെടുപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് സിഡ്നി കാർട്ടൻ എന്നുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിലൂടെ ഈ നോവൽ എടുത്തു കാണിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ടെയിൽ ഓഫ് ടു സിറ്റീസിൻ്റെ ആ ഒരു യൂണിറ്റ് 2 നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് കുറേ കാണാം. ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ ബുക്കിലുമുള്ള ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക ടൈം കിട്ടുന്നതിനനുസരിച്ച്. എന്നിട്ട് ഇപ്പം ഞാൻ ഈ എടുക്കുന്ന ക്ലാസ്സും കൂടിയും കേട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും ഈ ഒരു സമ്മറിയുടെ. ഓക്കെ, so that's it for today's class. So I hope you all get the information and details. Thank you.